ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെരി ബിഗ് അപ്ഡേറ്റ് ആണ്. കാനഡയിൽ ഇനി 3 ഇയർ സ്റ്റേ ബാക്ക് ഏതൊക്കെ കോഴ്സുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിൽ ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. സോ ലാസ്റ്റ് മന്ത് സെപ്റ്റംബറിൽ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഒരുപാട് ഇമിഗ്രേഷൻ ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നു. അതിൽ വൺ ഓഫ് ദി മേജർ ചേഞ്ചസ് ആയിരുന്നു ലൈക്ക് കാനഡയുടെ 3 ഇയർ സ്റ്റേ ബാക്ക് പോളിസി. സോ ഏർലിയർ എങ്ങനെ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ 2 ഇയർ കോഴ്സ് പഠിക്കാൻ വരുന്ന ഏതൊരു വ്യക്തിക്കും 3 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുമായിരുന്നു. ആ പോളിസി അവർ മാറ്റിയിട്ട് കാനഡയുടെ ലോങ് ടേം ലേബർ ഷോർട്ടേജ് ഏതൊക്കെ സെക്ടേഴ്സിലാണ്, ആ സെക്ടേഴ്സിൽ പഠിക്കാൻ വരുന്നവർക്ക് മാത്രമേ ഇനി 3 ഇയർ സ്റ്റേ ബാക്ക് ഉള്ളതെന്ന് ലാസ്റ്റ് മന്ത് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്നലെ മാർക്ക് മില്ലർ അത് അനൗൺസ് ചെയ്തു. മാർക്ക് മില്ലർ മീൻസ് ലൈക്ക് ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഓഫ് കാനഡ. സോ ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ഹെൽത്ത് കെയർ, സ്കില്ല് ട്രേഡ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്ടർ. ഈ 5 കാറ്റഗറീസ് ആണ് കാനഡയുടെ ലോങ് ടേം ലേബർ ഷോർട്ടേജ് എന്ന് ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. സോ ഇനി ഈ ഫീൽഡുകൾ റിലേറ്റഡ് ആയിട്ട് ഉള്ള കോഴ്സസ് പഠിക്കാൻ വരുന്നവർക്ക് മാത്രമേ കാനഡ 3 ഇയർ സ്റ്റേ ബാക്ക് ഇഷ്യൂ ചെയ്യൂ. ഡ്യൂ ടു ദ മാസ് എമിഗ്രേഷൻ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് പല കണ്ടന്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഡ്രോബാക്സ് കൊണ്ട് ഇവിടുത്തെ ലിവിങ് സിറ്റുവേഷൻ മോശമായപ്പം കനേഡിയൻസ് ഇമിഗ്രേഷനെ കംപ്ലീറ്റ്ലി ഹേറ്റ് ചെയ്തു. അതുകൊണ്ട് ആണ് ഒരുപാട് ചേഞ്ചസ് റീസെൻ്റ്ലി ഉണ്ടായത്. ഓൾസോ ഈ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ ഇവിടെ എമിഗ്രൻസ് വരാതെ ആകാൻ ചാൻസസ് ഉണ്ട്. സോ എമിഗ്രൻസ് ഇല്ലാതെ കാനഡ എന്ന് പറഞ്ഞൊരു കൺട്രിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇവിടെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എടുത്ത് പഠിക്കാൻ വരുന്ന ഏതൊരു വ്യക്തിയും ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. ഓൾമോസ്റ്റ് എവ്രിബഡി ഈസ് കമ്മിങ് ഹിയർ ടു സെറ്റിൽ ഡൗൺ ഒരു ബെറ്റർ ലൈഫ്. സോ വാട്ട് ഐ എം സജസ്റ്റിംഗ് റൈറ്റ് നൗ ഈസ് ലൈക്ക് ഇവിടെ പഠിക്കാൻ വരാനായിട്ട് ഓൾറെഡി വേറെ ഏതെങ്കിലും ഈ സെക്ടേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും സെക്ടറിലെ ഏതെങ്കിലും ഒരു കോഴ്സ് ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ യു ഗൈസ് ഷുഡ് റീതിങ്ക് യുവർ ഡിസിഷൻ, ഓർ ഇഫ് യു ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ദെൻ യു ഷുഡ് ഡു ദാറ്റ്. ബിക്കോസ് ഈ സെക്ടേഴ്സ് ആണ് ഓൾറെഡി നമ്മുടെ എക്സ്പെർട്ട് സെൻറ്ററിൽ കാറ്റഗറി ബേസ്ഡ് ആയിട്ട് അവർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇനിയൊരു ഫ്യൂ ഇയേഴ്സിലേക്ക് കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഈ സെക്ടേഴ്സിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും പി ആറിൻ്റെ കാര്യത്തിൽ പ്രയോറിറ്റി കിട്ടുക. അതുകൊണ്ട് യു ഗൈസ് ഷുഡ് സെലക്ട് ദീസ് സബ്ജക്ട്സ് ഓർ ദീസ് സെക്ടേഴ്സ് ഓർ കോഴ്സസ് ഫ്രം ദീസ് സെക്ടേഴ്സ്. സോ ഈ സെക്ടേഴ്സിലോട്ട് എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി ഗോൾ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആർ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ, ഈവൻ ഇപ്പം നിങ്ങളിവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങൾക്ക് 3 ഇയർ സ്റ്റേ ബാക്ക് മേ ബി കിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ വരും. ബിക്കോസ് റൈറ്റ് നോ ഇഷ്ടംപോലെ പേര് കാനഡയിൽ പഠിക്കാൻ വന്നവർ പി ആർ കിട്ടാതെ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുക എന്നുള്ളതൊരു ഈസി ടാസ്ക് അല്ല. അല്ലെങ്കിൽ അതൊരു ലൈഫിലൊരു ഹെല്ലൈക്കൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നവർ സൂക്ഷിച്ചു വരിക. പിന്നെ ഇതിലെല്ലാം ഉപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വളരെ മോശമാണ് ഇപ്പോൾ. സോ ഇത്രയും പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വന്ന് ഈവൻ ഇവിടെ പി ആർ കിട്ടിക്കഴിഞ്ഞാലും നല്ല ജോലി കിട്ടുക എന്നുള്ളതൊരു ഹാർഡ് ടാസ്ക് ആണ്. സോ ലൈഫ് മുന്നോട്ട് എങ്ങനെ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. സോ പ്ലാൻ അഹെഡ്. ഞാനതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.